ഹലോ. വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായെന്ന് എനിക്കറിയാം. കുറച്ച് തിരക്കുകൾ, കുറച്ച് അസുഖങ്ങൾ, കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറേ വർക്കുകൾ ഇതൊക്കെ കാരണമാണ് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മൾ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു പഴയ വർക്കിൻ്റെ വീഡിയോസ് മുതൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കളറിലെ ഡ്രസ്സില്ലേ, ഒരു എൻഗേജ്മെൻറ്റ് ബ്ലൗസ്, അതിൻ്റെ നമുക്ക് ആ സെയിം ആ പാറ്റേൺ തന്നെ നമുക്ക് അവരുടെ റിലേറ്റീവ് തന്നൊരു ഓർഡറില്ലേ, ആ ഒരു വർക്കാണ് ഈ ഒരു വർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക്, സ്ലീവിൻ്റെ ഹാൻഡ് വർക്കാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ ഡ്രോപ്പ് ഷേപ്പിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ നമ്മുടെ വൈറ്റ് കളറിലെ ഡയമണ്ട് സ്റ്റോണ്, സീക്വൻസ് നമ്മൾ 2 ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ ആയിട്ട് നമ്മൾ കുറച്ച് പേളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്ക് സിമ്പിളായിട്ട് മതി, പക്ഷേ സ്ലീവ് കുറച്ച് ഹെവി ആയിട്ട് വേണം എന്നാണ് പറഞ്ഞത്. നെക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് നെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലീവിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ പോലെ സെൻറ്റർ പോർഷനിലായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഹാൻഡ് വർക്ക് ഉണ്ട് ട്രയാങ്കിൾ പോർഷനിൽ. ബാക്കി മേളിലേക്ക്, സ്ലീവിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സും സീക്വൻസും വെച്ചിട്ടുള്ള ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ലൈൻസ് ഉള്ള ഡിസൈൻ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കും. അതിപ്പോൾ ഏത് ഡ്രസ്സിനായാലും നമുക്ക് നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ സ്ലീവ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് ഹാൻഡ് വർക്ക് ഉള്ളതുപോലെ നമുക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യും. എന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഒരു ലൈൻസിൻ്റെ ഡിസൈൻസ്. പിന്നെ അതുപോലെ തന്നെ കൈക്ക് നീളം കുറവുള്ളവർക്ക്, കുറച്ച് വണ്ണം കൂടുതലുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലത്തെ ലൈൻസ് ഉള്ള ഡിസൈൻസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൈക്ക് കുറച്ചുകൂടി നീളം കൂടുതൽ തോന്നാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഹാൻഡ് വർക്കാണ് കാണിക്കുന്നത്. പകുതി പോർഷൻ ഞാൻ ചെയ്തിട്ട് ബാക്കി പകുതി പോർഷൻ മാത്രമാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രയാങ്കിൾ പോർഷൻ, ഈ ഒരു പാറ്റേൺ നമുക്ക് ഏത് രീതിയിൽ വേണേൽ ചെയ്യാം. ആ ട്രയാങ്കിൾ ഭാഗത്ത് നമുക്ക് കട്ട് വർക്ക് വെച്ചിട്ട് നെറ്റ് വേണേൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നെറ്റിൽ നമുക്ക് ഹാൻഡ് വർക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാറ്റേൺ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇതിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും വർക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഷൈനിങ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി ഒരു വീഡിയോയിൽ വന്നിട്ടില്ല. നല്ല ഭംഗിയുള്ളൊരു വർക്കാണിത്. നമ്മളിപ്പോൾ ബ്രൈഡൽ ബ്ലൗസുകളും കാഷ്വൽ ബ്ലൗസുകളും പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകളും അങ്ങനെയുള്ള ഹാൻഡ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.